അഭിനേതാക്കളുടെ സംഘടനയായ അമ്മയിൽ അൻസിബ നൽകിയ പരാതി കേൾക്കാൻ പ്രത്യേക സമിതി ഉണ്ടാവില്ല. എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ തന്നെ പരിഹരിച്ചാൽ മതിയെന്നാണ് തീരുമാനം. അതേസമയം തൊഴിൽ പീഡന ആരോപണത്തിൽ വീണ്ടും സിറ്റി പോലീസ് കമ്മീഷണർക്ക് പരാതി നൽകിയിരിക്കുകയാണ് ഓഫീസ് സ്റ്റാഫ് അതുല്യ. നീന കുറുപ്പ്, കുക്കു പരമേശ്വരൻ, ഉണ്ണി ശിവപാൽ എന്നിവർക്കെതിരെ ഫോൺ സംഭാഷണങ്ങളും ശബ്ദരേഖകളും പരാതിയിൽ കൊടുത്തിട്ടുണ്ട്. യോഗത്തിന് മുൻപായി ഇന്നലെ അമ്മ ഓഫീസിൽ ചേർന്ന എക്സിക്യൂട്ടീവ് യോഗത്തിലായിരുന്നു അൻസിബയെ കേൾക്കുന്നതിനു വേണ്ടി, അൻസിബയുടെ പരാതി കേൾക്കുന്നതിനു വേണ്ടി പുതിയ സമിതിയെ രൂപീകരിക്കേണ്ടതില്ല എന്നൊരു തീരുമാനത്തിലേക്ക് എത്തിയത്. അത് അൻസിബ മുന്നോട്ട് വെച്ച 3 പേരുകൾ. ഒന്ന് MLA കൂടിയായിട്ടുള്ള രമേശ് പിഷാരടിയാണ്. അദ്ദേഹം നിയമസഭയിലാണ്, തിരക്കുകളുണ്ട്. അതുകൊണ്ട് അൻസിബ പറയുന്നത് പോലെ അല്ലെങ്കിൽ ഈ ഒരു പരാതി കേൾക്കുവാനായി തനിക്ക് തൽക്കാലം സമയമില്ല എന്നാണ് പിഷാരടി നേതൃത്വത്തെ അറിയിച്ചത്. ധ്യാൻ ശ്രീനിവാസം കേരളത്തിന് പുറത്തുമാണ്. പാർവതിയും താൻ ഒറ്റയ്ക്ക് ഇത്തരത്തിലൊരു തീരുമാനമെടുക്കാൻ കഴിയില്ല എന്നൊരു മറുപടി കൂടി നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ട്. ആ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ഹൻസിബയെ കേൾക്കുന്നതിന് വേണ്ടി പുതിയൊരു സമിതി വേണ്ട, പകരം എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലെ അംഗങ്ങൾ കേട്ടാൽ മതിയാകും എന്നൊരു തീരുമാനത്തിലേക്ക് എത്തിയത്. എന്തായാലും ഹൻസിബ ഇതിൽ എന്താണ് ഹൻസിബയുടെ അടുത്ത നീക്കമെന്ന് വ്യക്തമാക്കിയിട്ടുമില്ല. അതിനിടയിൽ ഹൻസിബ നൽകിയ ആഭ്യന്തരമന്ത്രിക്കും മുഖ്യമന്ത്രിക്കും നൽകിയ പരാതിയിൽ ഹൻസിബയോട് തന്നെ ഇന്റലിജൻസ് വിഭാഗം കാര്യങ്ങൾ അന്വേഷിച്ചു എന്നാണ് ഹൻസിബ വ്യക്തമാക്കുന്നത്. പരാതി പോലീസിന് കൈമാറിയിട്ടുണ്ടാകും എന്നുകൂടി അൻസിബ വ്യക്തമാക്കുന്നു. അതിനിടയിൽ അമ്മ ഓഫീസിലെ ജീവനക്കാരിയായിട്ടുള്ള ഫ്രണ്ട് ഓഫീസ് ജീവനക്കാരിയായിട്ടുള്ള അതുല്യ കമ്മീഷണർക്ക് പരാതിയുമായി രംഗത്തെത്തി. ആ പരാതി കുക്കു പരമേശ്വരനും നീന കുറുപ്പിനും ഉണ്ണി ശിവപാലിനുമെതിരെയാണ്. തനിക്ക് എതിരെ, അതായത് തന്നെ പുറത്താക്കി അതിനുശേഷം തിരിച്ചെടുത്തു, താൻ ഓഫീസിലേക്ക് വരാതിരിക്കാൻ അല്ലെങ്കിൽ തന്നെ വീണ്ടും പുറത്താക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പല നീക്കങ്ങളും സംഘടനയ്ക്കുള്ളിൽ, പ്രത്യേകിച്ച് ഇവർ 3 പേരും ചേർന്ന് ഗൂഢാലോചന നടത്തുന്നു എന്നാണ് പരാതിയിൽ പറയുന്നത്. പ്രത്യേകിച്ച് സെക്യൂരിറ്റി ജീവനക്കാരനെ മുൻനിർത്തിക്കൊണ്ട് തന്നെ വളരെ മോശമായ രീതിയിൽ ചിത്രീകരിക്കുന്ന തരത്തിലേക്ക് കുക്കു പരമേശ്വരൻ പല നീക്കങ്ങളും നടത്തിയെന്ന് അതുല്യ വ്യക്തമാക്കുന്നു. അത് പറയുന്ന തെളിവുകളടക്കം, അതായത് സെക്യൂരിറ്റി ജീവനക്കാരൻ അതുല്യനോട് പറയുന്ന ഓഡിയോ സന്ദേശവും അതുല്യ പുറത്തുവിട്ടിട്ടുണ്ട്. മുമ്പ് ഡ്രിങ്ക്സ് ഹോട്ട് ഡ്രിങ്ക്സ് ഒന്നും കഴിക്കില്ല, ബീറ് കഴിക്കുന്നതും. അപ്പൊ ഒരു കാര്യം ചെയ്യാറില്ല, അത് അല്ലെങ്കിൽ നമുക്ക് ഒരു കാര്യം ഇങ്ങനാക്കാം, ഒരു വീഡിയോ അവര് എടുത്തു വെച്ചിന്, സെക്സ്വൽ വീഡിയോ. അങ്ങനെ അയക്കാൻ മുമ്പതിന് ഒന്നും പേടിക്കൊന്നും വേണം കേട്ടോ. അവര് നമുക്ക് ജസ്റ്റ് ഒരു ഇതുപോലെ ഞാൻ ചോദിക്കുന്ന മാത്രമേ ഉള്ളൂ, നമുക്ക് അപ്പള് ജസ്റ്റ് ഞാൻ ചോദിക്കുന്നത് മാത്രമേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞേ. ഇങ്ങനൊരു സ്റ്റോറി പറഞ്ഞാല് എല്ലാ പ്രശ്നങ്ങളും സോൾവ് ആവും ഇവിടുത്തെ. ഉണ്ണിസാഹ എല്ലാം സോൾവ് ആവും, ആർക്കും ഒരു പ്രയാസം ഉണ്ടാവില്ല. അപ്പൊ ചിലാണ്. അപ്പൊ അതിന് മോദിന് ഒരു പ്രശ്നം വരില്ല, ആരും അറിയില്ല. നേരത്തെ തന്നെ അതുല്യ അമ്മ സംഘടനയ്ക്കെതിരെ ലേബർ ഓഫീസിലും അതോടൊപ്പം തന്നെ കമ്മീഷണറും ഒക്കെ പരാതി നൽകിയിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിൽ തനിക്ക് ഓവർടൈം അടക്കം പണിയെടുപ്പിച്ചും അതിന്റെ ശമ്പളം തന്നില്ല, അത് തടഞ്ഞു വെച്ചിരിക്കുകയാണെന്ന് അതുല്യ പറയുന്നുണ്ട്. അത് ഇക്കാര്യങ്ങൾ കമ്മീഷണർക്ക് നൽകിയ പരാതി കൂടി നൽകിക്കൊണ്ട് കളക്ടറെ കാണുന്നതിന് വേണ്ടി അതുല്യ കളക്ടറേറ്റിലെത്തി കളക്ടറെ കണ്ടിരിക്കുകയാണ് അതുല്യ. അതോടൊപ്പം തന്നെ തനിക്ക് മാനസികമായി വളരെ ബുദ്ധിമുട്ടാണ് ഈ സംഘടനയിലുള്ള അംഗങ്ങൾ ഉണ്ടാക്കുന്നതെന്ന് മാധ്യമങ്ങളോടായി അതുല്യ വ്യക്തമാക്കി. ഞാൻ കമ്മീഷണർക്ക് കൊടുത്ത പരാതിയിൽ എനിക്കെതിരെ അവിടെ നടന്ന ഗൂഢാലോചനകൾ, എന്നെ ടെർമിനേറ്റ് ചെയ്തതിന്റെ ഭാഗമായിട്ട് കുക്കു പരമേശ്വരനും ഉണ്ണി ശിവപാലും നീന കുറുപ്പും ചേർന്നുണ്ടാക്കിയ ഒരു വലിയൊരു സ്ക്രിപ്റ്റ് ഉണ്ടായിരുന്നു. അപ്പം അതിന്റെ വോയിസ് എനിക്ക് സെക്യൂരിറ്റി എന്നെ വിളിച്ചിട്ട് ഇന്ന കാര്യങ്ങൾ പറയാൻ അയാളെ ഏൽപ്പിച്ചു എന്ന് പറയുന്ന വോയിസ് ക്ലിപ്പ് ഉൾപ്പെടെ ആണ് ഞാൻ പരാതി കൊടുത്തിട്ടുള്ളത്. പിറകെ എന്നെ ജീവിക്കാൻ സമ്മതിക്കാത്ത വിധത്തിൽ വീണ്ടും പരാതികൾ വരുമ്പം ഞാൻ തന്നെ സംസാരിക്കണമല്ലോ, ഞാൻ നടിയല്ലല്ലോ. എന്തായാലും താരസംഘടനയായ അമ്മയിലെ പൊട്ടിത്തെറികൾ അവസാനിക്കുന്നില്ല. സംഘടനയ്ക്ക് ഉള്ളിലുള്ളവരും സിനിമാ താരങ്ങളും അതിലെ ജീവനക്കാരും അടക്കം വലിയ പരാതികളുമായിട്ടാണ് രംഗത്തെത്തിയിരിക്കുന്നത്. പരാതിയിൽ ഇപ്പോൾ ആരോപിതരായി നിൽക്കുന്നത് കുക്കു പരമേശ്വരനും നീന കുറുപ്പും ഉണ്ണി ശിവപാലും ടിനി ടോമുമാണ്. എന്തായാലും സംഘടന ഇനി എന്താണ് ഇതിനൊരു ശാശ്വത പരിഹാരം കാണുക എന്നതാണ് ഇനി ഉറ്റുനോക്കുന്നത്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.